ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു അല്പം വെള്ളം എടുത്തതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഈ 3 ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു കോട്ടൺ ടവലിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, ഞാനിപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ ടവലിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അല്പം പോലും വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് കൂടുതൽ സവാള ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒരു നല്ലൊരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് എങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ 2 രീതിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ ഡ്രൈ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് കുതിർത്തിട്ട് മാത്രമേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇതിപ്പോൾ വലിയ എരിവുള്ള ഒരു സ്നാക്കല്ല. അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് അരിപ്പൊടിയും കൂടിയാണ്. പച്ചരിപ്പൊടി നന്നായിട്ട് വറുത്ത് പൊടിച്ചതും കൂടിയാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. കോൺഫ്ലോറിന് പകരം നമുക്കിതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കിങ്ങനെ റോൾ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. എന്നാൽ അധികം മാവൊന്നും ആകാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ ആ 3 മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പുഴുങ്ങിയ മുട്ട ഫസ്റ്റിലേ ചേർത്തിട്ട് നമ്മളിതുപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നല്ലതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് അതുപോലെ മാവ് പോലെ ആയിപ്പോവും. അതിൻ്റെ പേരിലാണ് ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. മല്ലിയിലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം.
ഞാനിപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ദാ ഇതുപോലെ ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ചെറിയ ചെറിയ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, പൊടിഞ്ഞൊന്നും പോകില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലേക്കൊന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട, ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി എല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാം ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു എയർടൈറ്റ് കവറിലാക്കിയതിന് ശേഷം നല്ലതുപോലെ ഫ്രീസറിൽ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണോ അതിന് തൊട്ട് മുമ്പ് എടുത്ത്, അതായത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എടുത്തൊന്ന് പുറത്ത് വെക്കണം. അപ്പോഴത്തേക്ക് ആ കട്ടയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഒരു സൈഡ് ലൈറ്റായിട്ട് ഇപ്പോൾ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കളറൊന്ന് ലൈറ്റായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ പാടുള്ളൂ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറു സൈഡും ചെറുതായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. വീണ്ടും ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനിത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നല്ല സൈഡായിട്ട് നല്ലൊരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ചൂട് ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.